കെ രമ MLA നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. രമ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യം സഭയിൽ പലതവണ ഉന്നയിച്ചത് രമയാണ്. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സർക്കാർ ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. നിയമ നടപടിയിലേക്ക്, കേസെടുക്കലേക്ക് പോകാൻ പറ്റില്ല. ഇരകൾ വീണ്ടും വന്ന് പരാതി നൽകുകയാണെങ്കിൽ ആലോചിക്കാമെന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. കേസെടുക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് കോടതി ചോദിക്കുകയാണ്. മാത്രമല്ല, പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാത്ത പേജ് അടക്കമുള്ള മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു, സീൽ വെച്ച കവറിൽ. അതെ സ്മൃതി, നമുക്ക് ആകെ ഒരു പ്രതീക്ഷ ഇപ്പോഴതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ കേരളത്തിലെ പൊരുതുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ചും WCCക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് കൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ഇത്രയും നാൾ നടത്തിയ ഒരു പോരാട്ടത്തിന് കോടതി ആ രൂപത്തിൽ അതിനെ കണ്ടു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നതാണ്. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ ഈ കോടതിയുടെ ഈ ഇടപെടലോടുകൂടി സർക്കാരിൻ്റെ സകല വാദങ്ങളും പൊളിഞ്ഞില്ലേ? സർക്കാർ ഇതുവരെ എന്താണ് പറഞ്ഞത്? ഇതിനകത്ത് കേസെടുക്കാൻ കഴിയില്ല എന്നാണല്ലേ പറഞ്ഞത്. ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ കേസെടുക്കുന്നതിന് പ്രശ്നമില്ല എന്നുള്ളതിനെ സംബന്ധിച്ച്. കേസെടുക്കാൻ പറ്റില്ല എന്നുള്ള സർക്കാരിൻ്റെ വാദം തീർത്തും പൊള്ളയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ പലവിധ കേസുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനമുണ്ടായ ഒരു സ്ഥലത്ത് അവിടെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടാണോ പോലീസ് പോയി കേസെടുക്കുക? അവിടെ പോലീസ് ഒരു കൃത്യം നടന്നു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ കേസെടുക്കാം. അതുതന്നെയാണല്ലോ ഈ കേസ്. കൃത്യം നടന്നു എന്ന് രേഖകൾ സഹിതം സർക്കാരിൻ്റെ മുന്നിൽ വരികയാണ്. അതും ആലോചിച്ച് നോക്കൂ, നമ്മൾ 4.5 വർഷം നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4.5 വർഷം ഈ ഒരു സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നത് 295 പേജ്, ബാക്കി പുറത്തു വരാത്ത പേജുകൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ കൈവശമുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്നിട്ടും അതൊന്നും പരിശോധിക്കാതെ ഏതിലെങ്കിലും ഒരു പരിശോധന നടത്തിയോ സർക്കാർ? എന്തെങ്കിലും ഒന്ന് നോക്കിയോ? ഈ 13/7/21 ഇതിന് വിശദമായൊരു മീറ്റിംഗ് നടത്തി എന്നാണ് മന്ത്രി സഭയിൽ പറഞ്ഞത്. ആ മീറ്റിങ്ങിൽ ഇത് പരിശോധിച്ചോ? ഈ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ തയ്യാറായോ? ഒന്നുമില്ല. നിങ്ങൾ ഈ WCC തന്നെ പറയുന്നത് സിനിമാ നയം സംബന്ധിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ WCC തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോൺക്ലേവ് നടത്തുന്ന ഒരു സിനിമാ നയം രൂപീകരിക്കാനാണ് എന്ന് മന്ത്രി പറയുന്നു. മാത്രമല്ല, ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാകട്ടെ, WCC മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാകട്ടെ, ഇതൊക്കെ 4.5 വർഷം സർക്കാരിൻ്റെ പക്കലുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു കോൺക്ലേവ് ആലോചിക്കുകയാണ് സർക്കാർ. അതായത് ആർക്കൊക്കെതിരെയാണ് ആരോപണമുള്ളത് അവരെ കൂടി ചേർത്തുകൊണ്ടുള്ളൊരു കോൺക്ലേവ്. ഇതൊക്കെ പ്രഹസനമല്ലേ സ്മൃതി? എന്ത് കോൺക്ലേവ്? ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കോൺക്ലേവ് മാമാങ്കങ്ങൾ നടത്തിയിട്ടാണോ ഏതെങ്കിലും നിയമമുണ്ടാക്കിയത്? അപ്പോൾ തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച ക്ഷേമനിധി നിയമങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണോ ആ നിയമങ്ങൾ ഉണ്ടാക്കിയത്? എത്ര നിയമങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ കോൺക്ലേവ് മാമാങ്കം നടത്തിയിട്ടാണോ? എന്തിനാണ് ഇതിനൊരു കോൺക്ലേവ്? ഇത് അനാവശ്യമായിട്ട് സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നിനും കഴിയില്ല. കാരണം സർക്കാരിന് ഏറ്റവും പ്രധാനം, നമ്മൾ മനസ്സിലാക്കുന്നത്, സർക്കാരിന് ഇതിൽ പറയുന്ന ആളുകളെ സംരക്ഷിക്കണം. അതാണ് നമ്മളെപ്പോഴും പറയും, വേട്ടക്കാരുടെ പക്ഷമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ചില തട്ടിപ്പ് പരിപാടികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നത്? കോൺക്ലേവും അത് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ഇന്നലെ ഒരുപക്ഷെ പാർവതിയൊക്കെ അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, വേട്ടക്കാരെയും ഇരകരെയും ഒപ്പം ഇരുത്തിക്കൊണ്ടാണോ കോൺക്ലേവ് നടത്താൻ പോകുന്നത്? ഇന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് അത് വിദേശത്തുള്ള പ്രതിനിധികൾ, ചലച്ചിത്ര മേഖലയെ വിവിധ ആളുകൾ, ഇവരൊക്കെ ഇരുന്നിട്ടുള്ള ചർച്ചയാണ്. ഈ ചർച്ച, ഈ നയമല്ല. എന്ത് വികസനമാണ് ഈ സിനിമാ മേഖലയിൽ ഇനി ഉണ്ടാകാനുള്ളത്? വികസനമാണോ ഇപ്പോഴത്തെ പ്രശ്നം? ഈ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്ര ദുരിതങ്ങൾ, അതിനെന്ത് പരിഹാരം? അതിനെന്താണ് ഇവർ ചെയ്തത് ഇത്രയും കാലമായിട്ട്? എന്താ ഞാൻ പറയാം, മാനുഷികമായ പ്രശ്നങ്ങൾ ഇതിനകത്തില്ലേ? സിനിമാ സെറ്റിൽ അവർക്ക് മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന മാനുഷിക പ്രശ്നം അതിലില്ലേ? അഡ്രസ്സ് ചെയ്തോ ഈ ഗവൺമെൻറ്? ഈ 4.5 വർഷമായിട്ട്, അതിന് മുന്നേ പോകട്ടെ, അവർക്കറിയാമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണ്ട. 4.5 വർഷമായി ഈ റിപ്പോർട്ടിൽ പറയുന്ന ഇത്രയും വളരെ ഭയാനകമായ കാര്യങ്ങൾ
അതൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിപാലനം ഇത്തരം ഈ സെറ്റുകളിലൊക്കെ ഇത് വെക്കണം എന്നൊരു നിർദ്ദേശം കൊടുക്കാൻ എന്താണ് സർക്കാരിന് താമസം ഉണ്ടാകുന്നത്? അതിൽ ഈ സിനിമയിലെ സംഘടനയിലെ ആളുകളെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കാമോ? ഇപ്പോഴും നമ്മൾ നോക്കൂ സ്മൃതി, ഏതെങ്കിലും താരസംഘടനയിലെ ആളുകൾ പ്രതികരിച്ചോ? ഇവിടെ പല സംഘടനാ നേതാക്കന്മാരുണ്ടായി, ഒരാളുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. എന്താ അവർ പ്രതികരിക്കാത്തത്? ഇന്നലെ AMMയുടെ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ പഠിക്കട്ടെ എന്ന്. എന്നാണ് ഇവർ പഠിക്കുക? ഇവരെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കാം ഇതിനകത്ത് എഴുതിയത്, അതുമായിരിക്കും ഈ പഠിക്കുക എന്ന് പറയുന്നത്. ഇത് ഇത്തരം വിഷയങ്ങൾ, ഈ താരരാജാക്കന്മാർ, വലിയ രാജാക്കന്മാരാണല്ലോ ഇതിനകത്തുള്ളത്, ഒരുപാട് ആളുകൾ, മിന്നും ഹേമ കമ്മിറ്റി പറയുമ്പോൾ മിന്നും നക്ഷത്രങ്ങൾ, അവർക്കൊക്കെ അറിയില്ല ഈ സിനിമ സെറ്റിൽ എന്താണ് ഈ പെൺകുട്ടികളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഇന്ന് മറ്റൊരു തരത്തിലേക്ക് പാടില്ല, നമ്മുടെ മാനുഷികമായ ചില പ്രശ്നങ്ങൾ മാത്രം എടുത്താൽ അവർക്കവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അവർക്കവർ ഡ്രസ്സ് മാറ്റാൻ കഴിയുന്നില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചോ? സർക്കാരിന് സാധിച്ചോ? ഈ സംഘടനകൾക്ക് ആർക്കെങ്കിലും സാധിച്ചോ? എന്തിനാണ് ഈ AMMയ്ക്ക് ഉണ്ടാക്കിയത്? ഏതോ അതിന് മെമ്പർഷിപ്പ് എടുക്കാൻ 5 ലക്ഷമോ മറ്റോ വേണമെന്നാണ് ഞാൻ കേട്ടത്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത്തരം വലിയ പൈസ കൊടുത്ത് മെമ്പർഷിപ്പ് ഉണ്ടാക്കി ഈ സംഘടന, എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സംഘടന ഉണ്ടാക്കിയത്?